പ്രിയപ്പെട്ടവരെ, ഇന്ന് മിക്കവാറും മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണമെന്ന് പറയുന്നത്, കൈ വരുന്ന പൈസ. അത് ചിലപ്പോൾ മാസം 1,50,000 രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം, 2 ലക്ഷം രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം, 30,000 രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം, 10,000 രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം, ഡെയിലി 1000 രൂപയ്ക്കും 1,500 രൂപയ്ക്കും ജോലി ചെയ്യുന്നവനായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, കൈ വരുന്ന പൈസ മിച്ചം വരുന്നില്ല. ഒരു മാസം ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് കയ്യിൽ ഒരു പൈസ മിച്ചം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല, ഭാവിയിലേക്ക് ഒരു പൈസ പോലും മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു പൈസയും കാര്യത്തെ കൊള്ളിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു തക്കതായ ഒരു കാര്യം അതുകൊണ്ട് നടത്തിയെടുക്കണമല്ലോ. ഇതിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ സങ്കടം. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നാട്ടിൽ നിന്നിട്ട് പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല, മിച്ചം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ചിലർ വിദേശത്ത് പോകും. വിദേശത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി, സാമ്പത്തിക വിനിമയ മികവ് ഇല്ലാതെ, അങ്ങനെ ഒരു കൃപയില്ലാതെ, അത് കൃപയെ ഞാൻ പറയുള്ളൂ, മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവ്, ഒരു സംഭവം അല്ലത്. വിദ്യാഭ്യാസത്തിലൂടെ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ എന്താ പറയുക, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ക്ലാസ്സോ ആ ക്ലാസ് കൂടിയത് കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് ദൈവത്തിന്റെ അനന്തമായ കൃപ വേണം. മനസ്സിലായോ? അങ്ങനെ ആ കൃപയിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കൃപയാണ്, ഒരു കഴിവാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി. ഇത് ഇല്ലാത്തടത്തോളം കാലം ഈ നാട്ടില് 1,00,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനും, നാട്ടിൽ 20,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനും, ഇവിടുന്ന് പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്താലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ അവിടെയും പുരോഗമിക്കാൻ പോകുന്നില്ല. അവൻ അവിടെ നിന്നും ഒന്നും മിച്ചം വെക്കാനൊന്നും പോകുന്നില്ല. ആദ്യം ഇതിന് വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലത്തെ ആഗ്രഹങ്ങളെ ഒതുക്കുക എന്നുള്ളത്, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ഇപ്പം അക്കൗണ്ടിൽ 50,000 രൂപ ഉണ്ട്. ഇപ്പൊ എല്ലാം ഓൺലൈനിന്റെ കാലമാണല്ലോ. അതായത് ഒത്തിരി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അന്നേരം തന്നെ സ്കാൻ ചെയ്തു സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്തു, അന്നേരം അവർക്ക് പൈസ അയച്ചു കൊടുത്തു. മിക്കവാറും സ്കാനിങ് ആണ്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ഒരു കടയിൽ ചെന്നിട്ട് ഒരു തോർത്തുമുണ്ട് മേടിക്കാൻ ആഗ്രഹിച്ചു പോയാലും അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മളെ അവിടെ ആകർഷിക്കുന്ന വലിയൊരു മായാ പ്രപഞ്ചം അവിടെ കാത്തിരിപ്പെടും, വർണ്ണങ്ങളുടെ. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു തോർത്ത് മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു കൈകൊണ്ട് മേടിക്കാൻ പോയാലും ശരി, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ജീൻസ് എടുത്തു, ഒരു ടീഷർട്ട് എടുത്തു, ഒരു ഷർട്ട് എടുത്തു, ഒരു മുണ്ടെടുത്തു, അല്ലെങ്കിൽ ഒരു ചുരിദാർ എടുത്തു, ഒരു നൈറ്റി എടുത്തു, ഇതെടുത്തു, തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒരു 2,000 രൂപ 3,000 രൂപ ബില്ലാവും. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നമുക്ക് ഇതുപോലെ ആവശ്യമുണ്ടോ, നമ്മുടെ അടുത്ത് എത്ര രൂപയുണ്ട്, നമ്മുടെ ആ പൈസ കൊണ്ട് നമുക്ക് നാളെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്ന് തീരുമാനിച്ചിട്ട് ആ ബഡ്ജറ്റ് നമ്മുടെ മനസ്സിൽ കണ്ടതിന് ശേഷമേ നമ്മൾ ഇങ്ങനെയുള്ളടത്തേക്ക് കയറി ചെല്ലാവുള്ളൂ. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് ഇറങ്ങി പോരാനുള്ള ഒരു കർശന നിർദ്ദേശം നമ്മുടെ മൈൻഡിന് ആദ്യം തന്നെ കൊടുക്കണം.